ഹലോ, റാഫി ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ഗോതമ്പ് മാവ് കൊണ്ട് റേഷൻ ഗോതമ്പ് മാവ് കൊണ്ട് ഒരു ചിരട്ടപ്പുട്ട് വളരെ ഈസി ആയിട്ട് നല്ല സോഫ്റ്റായിട്ടും ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ഉരുളിയിലോട്ട് വെച്ച് എന്നിട്ട് കുറച്ച് ഉപ്പൊഴിക്കാം. അതിനാവശ്യമായി നമുക്കൊരു കണക്കുണ്ടല്ലോ, ആ കണക്കനുസരിച്ച് ഉപ്പൊഴിച്ചു. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കട്ടെ. അപ്പോൾ വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ മാവിട്ട് കൊടുക്കുകയാണ്. മാവ് ഈ വെള്ളത്തിൽ നിന്ന് ഇങ്ങനെ പൊങ്ങി നിൽക്കണം. എന്നിട്ട് നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. വെള്ളത്തിൻ്റെ അംശം കുറയണം. അതായത് നമ്മൾ ഒഴിക്കുമ്പോൾ ഇങ്ങനെ ചെറിയ കട്ടകൾ പരന്ന രൂപമായിരിക്കണം. ഒരുപാടങ്ങ് കുതിർന്നു പോകരുത്. വേണമെങ്കിൽ നമുക്കൊരല്പം കൂടി മാവിൻ്റെ പുറത്ത് ശകലം ഊറ്റി കൊടുക്കാം. ഇതാണ് അതിൻ്റെ പരുവം. കട്ടയായും ആയിരിക്കണം, ചെറിയ മാവിൻ്റെ തരി പോലെ കിടക്കുകയും വേണം. ഇതൊന്ന് നമുക്ക് ആറാനായിട്ട് വയ്ക്കാം. നന്നായിട്ട് ഒന്ന് തണുത്ത് വരട്ടെ. അത് മാവ് ആറി വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ടൊന്ന് മിക്സിയിലോട്ടിടാം. ഈ കട്ടയും കാണണം, പൊടിയായിട്ടുള്ള മാവും ഇതിൽ കാണണം. നമ്മളിത് നിറച്ചെടുക്കേണ്ട, ഒരു 3/4 എടുക്കുക. ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കറക്കിയെടുക്കാം. ഇത് മിക്സിയിലോട്ടൊന്ന് വെച്ച് കറക്കം നോക്കിക്കൊള്ളണം. ഒറ്റ കറക്ക് നിർത്തുക. പിന്നെ 1 സെക്കൻഡ് നിർത്തുക. ഒരു സെക്കൻഡ് നിർത്തുക. അപ്പം മാവ് ഇതുണ്ട്. വളരെ നമ്മൾ ഈ കട്ട പിടിച്ച മാവും ഈ തരിതരായിട്ട് വെറുതെ കിടന്ന മാവും കൂടി തമ്മിൽ കറക്കിയെടുത്തപ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടി. നല്ല മയമുള്ള പുട്ടുപൊടി കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മളത് കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വിസിലൊന്ന് മാറ്റിയിട്ട് വയ്ക്കുക. വെള്ളം തിളച്ച് ആ സമയം കൊണ്ട് നമ്മൾ ആദ്യം തേങ്ങ ആവശ്യാനുസരണം ഇടാം. ഞാനിത്തിരി തേങ്ങ എപ്പോഴും കൂടുതൽ ഉപയോഗിക്കാറുണ്ട്. ഇതെടുക്കുക. വീണ്ടും ഒരല്പം തേങ്ങ ഇടുക. ഈ ചിരട്ടയുടെ ഇങ്ങനെ നേരം ഇങ്ങനെ വയ്ക്കുക. നമുക്ക് ഇതിലോട്ടൊന്ന് വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് ആവി വരട്ടെ. വെള്ളം തിളച്ച ഉടൻ തന്നെ ആവി ഒരു മിനിറ്റ് പോലും എടുത്തില്ല. അപ്പോഴും തന്നെ നമുക്ക് ആവി വന്ന് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് പുട്ടുണ്ടാക്കാം. ആ ആവി നമുക്കൊന്ന് മൂടി വയ്ക്കാം. ആവി വന്ന് ഒരു മിനിറ്റ് പോലും ആയിട്ടില്ല. നമ്മളെ ചിരട്ടപ്പുട്ട് വെന്തിട്ടുണ്ട്. നല്ല സോഫ്റ്റ് വായിലിട്ട അലിയുന്ന കണക്കിരിക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ തന്നെ ഇത് നമുക്കുണ്ടാക്കാം. ഇതിന് ഒരുപാട് സമയമൊന്നും മെനക്കെടേണ്ട. ഒരു 5-6 മിനിറ്റിനുള്ളിൽ നമുക്കൊരു ആവശ്യമായ പുട്ട് നമുക്കുണ്ടാക്കിയെടുക്കാം.